ആപ്കി അദാലത്തിൽ മുഹമ്മദ് ഷാബുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുറ്റലോകത്തെ നേതാവാണ് എന്നുള്ളതാണ്. ഇത് സത്യമാണോ? ബീഹാറിൽ താങ്കൾക്കെതിരായിട്ടുള്ള വ്യക്തികൾ താങ്കളുടെ പേര് കേട്ടാൽ തന്നെ പേടിക്കുകയാണെന്ന്. അല്ല, അത് സത്യമായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയാ 3 ലക്ഷം വോട്ട് താങ്കളെ കിട്ടുന്നത്? എത്രത്തോളം പേടിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് താങ്കളുടെ പോസ്റ്ററുകൾ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ, താങ്കളുടെ ബാനർ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും കാണാനില്ല. അതായത് അവിടെയുള്ള ജനങ്ങൾക്കത് ഡിപ്പെൻഡ് ആവുന്നുണ്ട്. അതായത് എല്ലാവരും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് വോട്ട്സ്, അവരുടെ ബാനർ ഒട്ടിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് വോട്ട് താങ്കളെ കിട്ടുക? എതിർക്കുന്ന വ്യക്തികൾ താങ്കളെ ഭയപ്പെടുന്നില്ലേ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് അവരൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഹാൻഡ് ഗ്രനേഡ് തലക്കീഴി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഞാനിപ്പോ അങ്ങയുടെ മുന്നിലിരിക്കുകയല്ലേ, ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും തനിച്ചായിരിക്കും. എന്റെ ഫോട്ടോ ശരിക്കും എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കല്യാണത്തിലായിക്കോട്ടെ, ഞാൻ എവിടെ പോവാണെങ്കിലും എന്റെ കൂടെ ഒരു 10-15 പേരുള്ളതായിട്ട് കാണാൻ കഴിയില്ല. ഞാൻ എവിടെ പോവാണെങ്കിലും തനിച്ചായിരിക്കും. ഞാൻ അറിഞ്ഞത് താങ്കളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ 10 പേര് എപ്പോഴും താങ്കളോടൊപ്പം കാണുമെന്നാണ്. അവരാണ് തീരുമാനിക്കുന്നത് താങ്കൾ ഏത് വണ്ടിയിൽ പോകണം, എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ലല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. സ്കൂളിൽ നിന്ന് 10 പേർ, ഞങ്ങളുടെ സ്കൂൾ സുഹൃത്തുക്കൾ. കോളേജിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കോളേജ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലും അവര് എന്ത് ചെയ്യുകയാണെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാകും. അപ്പോൾ ഇത് സത്യമാണോ? ഏകദേശം 500 പേരുള്ള ഒരു പടയാണ് താങ്കളെ സംരക്ഷിക്കുന്നതെന്ന്. അത് താങ്കളുടെ പ്രൈവറ്റ് ആർമിയാണോ? ഇപ്പോ എന്റെ കൂടെ അവരാണുള്ളത്. എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല. താങ്കൾക്ക് ആരുടെ കൂടെ ഒരു പ്രശ്നവുമില്ലെങ്കിൽ സിവാനിലുള്ള പല പോലീസ് സ്റ്റേഷനുകളിൽ താങ്കൾക്കെതിരായി 34 ക്രൈം കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതായത് താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാനിപ്പോ ഇതിനൊരു ഉദാഹരണം പറയാം. അതായത് ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എന്റെ പേരിൽ 8 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസുകളെക്കുറിച്ച് താങ്കൾ അടുത്ത ചോദ്യത്തിൽ എന്നോട് ചോദിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാനിന്റെ തോൽ കൈവശം വെച്ചത്, മാനിനെ വേട്ടയാടിയത്. ചോദ്യം വരെ അതുകൊണ്ട് തന്നെ പറയുന്നത്. ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ശരിക്കും ഇല്ലാത്ത സമയങ്ങളിൽ എന്റെ പേരിൽ 8 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ അതിനുള്ള എക്സ്പ്ലനേഷൻ വിശദീകരണം ഞാൻ തന്നെ പറയാം. താങ്കൾ പറഞ്ഞ ഏപ്രിൽ 24-ാം തീയതിയിലെ പ്രശ്നം, പ്രതാപ്പൂരിലുള്ള താങ്കളുടെ വീട്ടിലേക്ക് പോലീസ് വന്നപ്പോ അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് എന്റെ പക്കലുണ്ട്. അവിടെ ഉണ്ടായിരുന്ന SP രത്തൻ സഞ്ജയ്, പിന്നെ DMC കനേൽ, ഇവർ 2 പേരാണ് റെയ്ഡിന് വന്നിരുന്നത്. താങ്കളുടെ 11 വീടുകൾ പരിശോധിച്ച സമയത്ത് അവിടെ 80 രീതിയിലുള്ള ബോർ ബോംബുകൾ, ഹോസ്റ്റേഴ്സ്, നൈറ്റ് വിഷൻ ഡിവൈസ്, BHF വാക്കി ടോക്കീസ്, സിംഹത്തിന്റെ തോല്, മാനിന്റെ 2 തോലുകൾ, പിന്നെ ജീവനോടെ ഒരു മാനിനെയും പിടിച്ചിരിക്കുന്നു. എന്റെ അടുത്ത് ഇതിനുള്ള വെവ്വേറെ ലൈസൻസ് ഉള്ളപ്പോൾ ഇത് നിയമലംഘനമാണെന്ന് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? വോക്കി ടോക്കിയുടെ കാര്യം നിങ്ങൾ പറയുന്നു. അതിന് ഇന്ത്യൻ ഗവൺമെന്റ് എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞു, അത് ശരിക്കും നൈറ്റ് വിഷന്റെ കാര്യത്തിൽ അതിനും എൻ്റെ അടുത്ത് കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെന്റ് ഉണ്ട് സാർ. ഞാൻ പലതവണ ഇക്കാര്യം ഉറക്കെ പറഞ്ഞതാണ്. വെറുതെ കേസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നവര്, പ്രശ്നമുണ്ടാക്കുന്ന വിചാരിക്കുന്നവര് അങ്ങനെ കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് വ്യത്യസ്തമായ റൈഫിളുകൾ, തോക്കുകൾ, ഓട്ടോമാറ്റിക് ഗൺസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ? എന്റെ കയ്യിൽ ഓട്ടോമാറ്റിക് ഗൺസ് ഇല്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ 1932 മുതൽ എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം. എന്റെ വീട്ടിൽ 1932 മുതൽ തോക്കുണ്ട്. അതായത് 1932 മുതൽ തന്നെ തോക്ക് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പോലീസ് എഴുതിയ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, അതായത് SP രത്തൻ സഞ്ജയ് പിന്നെ DMും അവിടെ പോയപ്പോ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. അവിടെയുള്ള ജനങ്ങൾ എന്താണ് പരാതി പറഞ്ഞെന്ന് വെച്ചാൽ, ചിലർ കുടുംബങ്ങളിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു, അവരുടെ അടുത്ത് മോഡേൺ വെപ്പൺസ് ഒക്കെ ഉണ്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് റെയ്ഡ് നടക്കുന്നതെന്നും അവർ പറഞ്ഞു. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ വീഡിയോഗ്രാഫി തെളിവായിട്ടുണ്ടാവണം. എന്റെ അറിവിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും പരാതി പറയാൻ വന്നിട്ടുണ്ടാവില്ലെന്ന് വേണം കരുതാൻ. അവിടെ ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്റെ ഗ്രാമത്തിൽ പരാതി കൊടുക്കാൻ മാത്രം ആരുമില്ല. ഡിസ്ട്രിക്ട് മുഴുവൻ, ഒരുപക്ഷെ ശിവാനിൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരു ഐക്യമുള്ള ഗ്രാമമെന്ന് വേണം പറയാൻ. എന്റെ ഗ്രാമത്തിൽ നിങ്ങൾ പറയുന്ന പോലെ അഭിപ്രായ വ്യത്യാസം വന്നാൽ പിന്നെ ഞാൻ രാഷ്ട്രീയം പറയുന്നതിലൊരു അർത്ഥമില്ലല്ലോ. പോലീസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഗ്രാമത്തിലുള്ള ജനങ്ങൾ താങ്കളോട് എന്തെങ്കിലും സംസാരിക്കാൻ പോലും പേടിക്കുകയാണ്. എന്റെ ഗ്രാമം ടാക്കൂർ വിഭാഗം അധികമായി ജീവിക്കുന്നൊരു ഗ്രാമമാണ്. ടാക്കൂറുകൾക്ക് ഭയം എന്നാൽ എന്താണെന്ന് ഇത് സത്യമാണോ? താങ്കൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഗ്രാമമായ പ്രതാപ്പൂർ ഗ്രാമത്തിൽ വീടിന്റെ പുറകുവശം കുഴിച്ച സമയത്ത് അവിടെ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കിട്ടിയെന്നാണ് പറയുന്നത്.
തീർച്ചയായും ഇതൊക്കെ SP ആയിരിക്കും താങ്കളോട് പറഞ്ഞതല്ലേ? അതിനുള്ള ഷൂട്ടും എടുത്തിട്ടുണ്ടാകും, അതിനുള്ള കേസും രജിസ്റ്റർ ആ ചെയ്തിട്ടുണ്ടാകും അസ്ഥി അല്ലേ? കൂടെ ആരുടേതായിരുന്നു? അത് SP ആണ് പറയേണ്ടത്. ഞാൻ 2.5 വർഷമായിട്ട് പുറത്തല്ലേ സാർ. ഞാൻ 2.5 വർഷമായി വീട്ടിൽ പോയിട്ട്. അവരൊരു CD പുറത്തു വിട്ടിരുന്നു. അതിൽ 19 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ വ്യത്യസ്തമായ പോസുകളിൽ മാനിന്റെ ശവശരീരത്തിനടുത്ത് ജനങ്ങളിരിക്കുന്ന ഫോട്ടോയായിരുന്നു. അല്ല, ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല. ആ, ഒരുപാട് പേര് അത് TV-യിൽ കണ്ടുവന്ന് എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന്. താങ്കൾ അത് കണ്ടില്ലേ? ഇല്ല, ശരി, ഞാൻ കണ്ടില്ല. ഞാനത് കാണിക്കാം. ആ ആ, ഫോട്ടോസ് കാണിക്കൂ. ഇപ്പോൾ താങ്കളെ നല്ല കാണിക്കാൻ കാര്യമാണല്ലോ. പോവുകയാണ്. കാണട്ടെ. ശരി, ഒന്ന് ആ play ഫോട്ടോസ് ചെയ്യ്. കാണിക്കൂ. ഈ ഫോട്ടോസിൽ ചത്ത മാന്റെ അടുത്ത് താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളുമാണ് ഇരിക്കുന്നത്. അതും ഒന്ന് കണ്ടോളൂ. ഇത് നിയമം അനുസരിച്ച് കുറ്റമല്ലേ? ആ, കുറ്റം തന്നെയാണ്. അതായത് എനിക്ക് സത്യത്തിൽ ഈ ഫോട്ടോയിൽ സംശയമുണ്ട്. ഒരുപക്ഷേ ഇത് വർക്കൗട്ട് ആവുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ UP-യിൽ ഇതുപോലെയുള്ള രീതികളുണ്ട്. അതായത് കലക്ടർക്ക് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സിംഹത്തിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതായത് അത് മാനിറ്ററായി കഴിഞ്ഞാൽ അതിനുള്ള പെർമിഷൻ കൊടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. തീർച്ചയായും പെർമിറ്റ് കൊടുക്കും. അങ്ങനെ UP-യിൽ കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അവർ അതിനുള്ള പെർമിറ്റും കൊടുക്കും. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഈ ഫോട്ടോസ് എങ്ങനെയാണ് വന്നത്? ഈ ഫോട്ടോസ് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് നടന്നത്. ഇതാണ് സത്യം. അല്ല, മാനെ വേട്ടയാടാൻ പോയത് താങ്കൾക്ക് ഓർമ്മ അല്ല അല്ല, ഈ ഫോട്ടോ അല്ല. അല്ല, ആ, അങ്ങനെയുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. UP-യിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവർ വേട്ടയാടാൻ പോകുമ്പോൾ ഞാനും അവരോടൊപ്പം പോകാറുണ്ട്. അതും പെർമിഷനോടുകൂടിയാണ് പോകുന്നത്. അതായത് പ്രത്യേകിച്ചും പൂർവാഞ്ചൽ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഈ ഫോട്ടോസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെയൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ താങ്കൾ പോകുന്നത്? അല്ലല്ലല്ല, ഈ ഫോട്ടോസ് ശരിക്കും യഥാർത്ഥത്തിലുള്ളതാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്ത് ചെയ്യാനാ? ഷബുദ്ദീൻ സാർ, താങ്കളുടെ മേൽ ക്രിമിനൽ കേസ് ഇട്ടത് ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. അതുപോലെ പ്രതാപൂരിലുള്ള താങ്കളുടെ വീട്ടിൽ റെയ്ഡ് നടന്നതും ആദ്യത്തെ കാര്യമൊന്നുമല്ല. ചരിത്രം നോക്കുകയാണെങ്കിൽ 1985 സെപ്റ്റംബർ 2-ാം തീയതി, അപ്പോൾ താങ്കളുടെ പ്രായം 18 വയസ്സാണ്. അപ്പോൾ തന്നെ 307 അറ്റംപ്റ്റ് ടു മർഡർ കേസ് താങ്കളുടെ മേലിലുണ്ടായിരുന്നു. ഇത്രയും പഴയ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല സർ. എനിക്ക് നന്നായിട്ട് ഇല്ല, ഓർമ്മയില്ല. എനിക്കറിയില്ല. അല്ല, അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു കേസ് റെക്കോർഡിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ അത് കോളേജിൽ നടന്നൊരു സംഭവമാണ്. സ്റ്റുഡൻസ് പോളിറ്റിക്സ്. ഇത് കോളേജിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. ക്യാമ്പസിന് പുറത്ത് നടന്ന ഒരു സംഭവമല്ല. 34 കേസുകളുണ്ട്. അതിൽ 34-ാമത്തെ കേസ് ഉണ്ടായിരുന്നു. ട്രയൽ കഴിഞ്ഞു. 34 കേസുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോ തെറ്റായ റിപ്പോർട്ട് തന്നതാണ്. ഇത് ശരിക്കും തെറ്റായൊരു കാര്യമാണ്. അതായത് ഷിവാനിലുള്ള SP ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെയുള്ള DM ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും കോടതിയിൽ ഈ ഫയലാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് അവർ കുടുങ്ങുന്നത്. അവര് കുടുങ്ങോ താങ്കൾ കുടുങ്ങോ? ഞാനൊന്നിലും കുടുങ്ങിയില്ലല്ലോ. ഏപ്രിൽ 24-ാം തീയതി ഒരു റെയ്ഡ് നടന്നിരുന്നു. പിന്നീട് ജൂൺ 22 അവിടെ പുതിയതായിട്ട് വന്ന DM സന്തോഷ് കുമാർ, അദ്ദേഹവും താങ്കൾക്കെതിരായിട്ട് വാറണ്ട് പുറപ്പെടുവിച്ചു. അതെ, കേട്ടിരുന്നു. അതിനുശേഷം ജൂൺ 24-ാം തീയതി ബ്ലാക്ക് ബഗ് മാനെ കൊന്നതിന് മറ്റൊരു കേസ് കൂടി താങ്കളുടെ പേരിലിട്ടു. അന്ന് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്. നിങ്ങള് കള്ളം പറയാണെന്ന് പറയാനും കഴിയില്ല. ഷാബുദ്ദീൻ സാർ, ഞാൻ അറിഞ്ഞിടത്തോളം ഒരാളുടെ പേരിൽ 34 കേസുകളിട്ട് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ പാവത്താൻ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ഞാനൊരു വലിയ മഠാധിപതിയാണെന്നോ, അല്ല ഞാൻ എപ്പോഴും സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നോ, അതുപോലെ എല്ലാം ധൈര്യമായിട്ട് പറയുമെന്നോ ഞാൻ പറഞ്ഞു.